ഈ പാട്ട് ലിറിക്സ് വളരെ കുറവാണ്, അതായത് ചെറിയ ചെറിയ വേർഡ്സ് ആണ്, ഓക്കെ. പക്ഷെ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ മലയാളി പ്രേക്ഷകരല്ലാതെ വേറൊരു പ്രേക്ഷകരാണ് ഈ പാട്ട് കേൾക്കുന്നത്. അവർ പാട്ട് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ലിറിക്സ് അറിയില്ല. അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഈ പാട്ടിനെ കുറിച്ച്? എനിക്ക് അത് വല്ലാത്ത ചോദ്യമാണല്ലോ അത്. എനിക്ക് തോന്നുന്നു അത് വിഷ്വൽസ് ഡെഫിനറ്റ്ലി കാണുമ്പം ഏകദേശം ഒരു അവർക്ക് തന്നെ ഒരു വൈബ് കിട്ടും. പിന്നെ തന്നെയല്ല അതിന്റെ ഒരു മെലഡി കേട്ടിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിട്ടേഷൻ ആണ് പാട്ടുകളെ പറ്റി. ഇപ്പൊ ഒരാൾ പാട്ട് പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ അത് കേൾക്കുമ്പോൾ. ഗൂഗിളിന് എന്താണ് ഈ പാട്ട് കേട്ടിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനിൽ പറയാൻ തോന്നിയാൽ? സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പാട്ട് പാടിയപ്പോൾ. എനിക്കിത് സന്തോഷമാണോ സങ്കടമാണോ ഈ പാട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പാടിയ സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്ക് തന്നിരുന്നില്ല. അപ്പം ഇടയ്ക്ക് പറയുന്നുണ്ട് മോനെ സന്തോഷമാണ്, അതിൽ തുടങ്ങുമ്പോൾ മിഴിയോരം നനയുകയോ, അങ്ങനെ ഒരു സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആനന്ദാശ്രു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്ന വല്ലതും ആയിരിക്കും. അതായിരിക്കും അപ്പൊ എന്റെ ഒരു പാട്ട് പാടുന്ന സമയത്ത് വേറൊരു ഇമോഷൻ ആയിരുന്നോ? പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് പാടുന്നതെന്നും എവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു. ടൈറ്റിൽ ട്രാക്ക് ആണെന്ന് അറിയായിരുന്നു, പക്ഷെ എന്തിനെ സംബന്ധിച്ചാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ആ ഇമോഷൻ മാറിയോ? ഇപ്പൊ മാറി. ഇപ്പൊ ഇപ്പൊ എന്താ? ഞാൻ അതാണല്ലേ പാടിയതെന്ന്. സ്റ്റാർ സിംഗർ സീസൺ 9 ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് പാട്ടിലൂടെ മാത്രമല്ല, സംസാരത്തിലൂടെ ആയാലും. അപ്പൊ ആ സ്റ്റാർ സിംഗർ എന്ന ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം ഗൂഗിളിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഗൂഗിളിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം? ഡെഫിനറ്റ്ലി സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ് നമുക്കിത് പാടാൻ പറ്റിയതും. ലൈക്ക് നമ്മൾ ഇപ്പൊ കുറെ ടാലൻസ് ഉണ്ട്, അപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ലൈക്ക് കുറെ മെസ്സേജസ് അവർക്ക് വരുന്നുണ്ടായിരിക്കും. മെസ്സേജസ് അയച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ല, പിന്നെ ഞാൻ നേരത്തെ കുറെ പേർക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈയിടെ സ്റ്റാർ സിംഗറിന്റെ ഒക്കെ സമയത്ത് പോലും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ കുറച്ച് ആൾക്കാരെ അത് കാണാറുള്ളൂ. കണ്ടാലും അതിലും കുറച്ച് ആൾക്കാരെ അതിനെ റിപ്ലൈ തരാറുള്ളൂ. അപ്പം സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എത്തിപ്പെടുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ലോകം അറിയും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഹിറ്റ് ആയേനെ, ചിലപ്പോൾ പാട്ട് ഇതുപോലെ തന്നെ ഹിറ്റ് ആയേനെ. പക്ഷെ എന്തായാലും ആൾക്കാരൊക്കെ എന്റെ ഫേസ് അത്രയും ഫെമിലിയർ ആവില്ല. അത് സ്റ്റാർ സിംഗറിൽ വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ വീണ്ടും തിരിച്ചു പോയി. അപ്പോ പോയി. ചിത്ര ചേച്ചി ആയാലും അവിടെയുള്ള മറ്റ് ജഡ്ജസ് ആയാലും അവർക്ക് ഭയങ്കര പ്രൗഡാണ്. ഇവിടുന്ന് പോയൊരു കുട്ടി ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടോടെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും പേടിയാണ് അങ്ങോട്ട് പോവാൻ. അവിടെ ചെല്ലുമ്പോ തന്നെ ആ വെണ്ണല ആ സൈഡിലോട്ട് വളയുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാ. കാരണം നമ്മള് ശീലിച്ചിരുന്ന അങ്ങനെയാണല്ലോ, നമ്മുടെ റൗണ്ട്സ് അല്ലെങ്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാൻ ഗസ്റ്റ് ആയിട്ടാ വിളിച്ചെങ്കിൽ കൂടി ഞാൻ അത് മറന്നിട്ട് വള തിരിയുമ്പോ എന്റെ അച്ഛനമ്മ ഇവിടെ അയ്യോ നീ പേടിക്കണ്ട പാടാൻ പോവല്ലല്ലോ എന്നുള്ള സാധനം. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെല്ലുമ്പോ തന്നെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ട്രീറ്റ്മെന്റ്. ഞാൻ എന്നിട്ട് മെയിൻ LED ബോളൊക്കെ തുറന്നു വരുന്നു. സാധാരണ നമ്മൾ വെറുതെ കയറി ചെല്ലും. അപ്പൊ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, ആ സ്റ്റേജിലേക്ക് എൻ്റർ ആയപ്പോ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്, പ്രൗഡാണ്. അത്രയും എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു അങ്ങോട്ട് കയറിയപ്പോ. പിന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ പാടിയപ്പോ ഒത്തിരി സന്തോഷമായി. അവർക്കും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം അവരും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനും കുറെ തെറ്റുകളൊക്കെ പറഞ്ഞു തരാനോ. അപ്പം അതെല്ലാം ചെയ്ത് അവരുടെയും കൂടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഒരുപാട് സ്ഥലത്ത് പാടിയെന്ന് അറിയാം, പക്ഷെ ആസ് എ പ്രേക്ഷക ഒന്ന് ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു പാടാൻ ആഗ്രഹം. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ. കഥ തുടരുമെന്ന് പറയുന്ന പോലെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണോ ആ സോങ്ങിന്? എന്തോ ഒരു വിഷമമുണ്ട്, പക്ഷേങ്കിൽ അവിടെ പറയുന്ന കഥ തുടരും. മനസ്സിലായി. എന്തോ ഒരു ബ്യൂട്ടിഫുൾനെസ് ആ ഒരു സോങ്ങിനുണ്ട്. ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ പോയറ്റിക് ആണ്. ഗൂഗിൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇത് എന്താ കഥയുടെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇപ്പം ജേക്ക് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം അത് തന്നെയാണ്. ഇപ്പം യൂട്യൂബിൽ ഇറങ്ങിയപ്പോഴും ഹരിജിയും ഞാനും ഡ്യുവറ്റ് പോലെ അത് പാടിയിരിക്കുന്നത്. അപ്പൊ അതുണ്ട്, കഥയുടെ ഇതായിട്ടുണ്ട്. പിന്നെ തന്നെ മോഹൻലാൽ സാറിന്റെ
കരിയറായിട്ടും ഈ പാട്ടിനൊരു ബന്ധമുണ്ട്. അതായത് ഇനിയും അദ്ദേഹത്തിന്റെ കഥ തുടരും എന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പാടാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ മോസ്റ്റ്ലി അതിനെ കണക്ട് ചെയ്തത്. നമുക്ക് ആ സിനിമ ആ ടൈറ്റിൽ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഫീലും, പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോൾ വേറൊരു ഫീലും ആണ് തോന്നുന്നത്. ഓക്കെ, ആണോ? അത് നിങ്ങളാണ് പറയണ്ടത്. സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഈ സിനിമയോ? ഈ സിനിമ കണ്ട് കരഞ്ഞൊന്നുമില്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഉള്ളില്. പിന്നെ ഈ പറയുന്ന പോലെ ഇമോഷണൽ ആക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പൊട്ടിക്കരഞ്ഞൊന്നുമില്ല. പക്ഷെ അങ്ങനെ കുറെ പേര് കരയുന്നത് ഞാൻ കണ്ടു കേട്ടോ, തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ. എന്താണ് ഗോകുൽ, എവിടെയാണ് ജനിച്ചത്, എന്തായിരുന്നു പഠിച്ചത്, അതൊന്ന് പറയോ? ഞാൻ ആക്ച്വലി ജനിച്ചത് നാട്ടിൽ തന്നെയാണ്, പക്ഷെ ജനിച്ചിട്ടൊരു 6 മാസത്തിനുള്ളിൽ തന്നെ അബുദാബിയിലേക്ക് പോയി. അവിടെയായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തത്. 6th വരെ അവിടെ പഠിച്ചു. പിന്നെ പിന്നെ കുറച്ചുകാലം നാട്ടിൽ പഠിച്ചു. പിന്നെ ആ സമയങ്ങളിലൊക്കെ ഞാൻ പാട്ട് പഠിക്കാൻ. എറണാകുളമാണോ പ്ലേസ്? അല്ല, ആലപ്പുഴ, കുട്ടനാടാണ് സ്ഥലം. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോൾഡൻ മ്യൂസിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാട്ട് പഠിച്ചു. പിന്നെ നാട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ചാലും വീണ്ടും അവിടെ പഠിച്ചു. അപ്പോഴൊക്കെ പാട്ട് മാറി മാറി മാസ്റ്ററുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സൈക്കോളജി പഠിച്ചു, ഡിഗ്രി കോളേജ് മാന്നാനം കോട്ടയത്ത്. പിന്നെ PG ചിന്മയിൽ ചെയ്തു. പിന്നെയാണ് സ്റ്റാർ സിംഗർ. എങ്ങനെയായിരുന്നു ഹരിഹരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? ഹരിജിയുടെ കൂടെ ഞാൻ ആക്ച്വലി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുള്ളി പാടുന്നുണ്ടെന്ന്. ഞാനത് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ പാടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായി. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലെജൻഡാണ്. അത്രയും പേരുള്ളൊരു, ലൈക്ക് വേൾഡിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചൊരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ബാൻഡായിരുന്നു ഒരു ആളുകളിലേക്ക് ഒരു ശ്രദ്ധ നേടാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ്? ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി PG പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ഡേക്ക് പാടിയതാണ്. എൻ്റെ അല്ല, അത് എൻ്റെ ആണോ ജൂനിയേഴ്സിൻ്റെ ആണോ ഞാൻ ഓർക്കുന്നില്ല, ജൂനിയേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം ബാൻഡ് ഇസ് ഡിഫറെന്റ്. അതായത് ഞാൻ കോളേജിൽ പഠിച്ചപ്പം ഒരു ഫസ്റ്റ് ഇയർ തന്നെ അവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ആഴി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ സിംഗറായിട്ട് പോവായിരുന്നു. പിന്നീട് കോളേജിൽ ഷോസ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് PGക്ക് പഠിച്ചപ്പം ആ ബാൻഡിനെ ഇവര് വിളിച്ചു ഇവിടെ ഷോ ചെയ്യാൻ വേണ്ടി. കുറച്ചു പേർക്ക് അറിയായിരുന്നു, കോളേജിൽ ബാൻഡൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓബ്വിയസ്ലി ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ നമ്മള് സ്റ്റാർ സിംഗറിൽ നിൽക്കുമ്പോ ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ കിട്ടും. ചിലപ്പോൾ പാട്ട് പാടിയിട്ട് തന്നെ ആവണമെന്നില്ല, നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ഒരു ക്രിറ്റിസിസം കിട്ടും. ആ സമയത്ത് എപ്പോഴെങ്കിലും അയ്യോ ഞാനിത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല, എന്തിനാണ് അങ്ങനെ ചെയ്തത്, ആ രീതിയിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ പബ്ലിക് ക്രിറ്റിസിസം നേരിടുന്ന സമയത്ത്? എനിക്ക് എൻ്റെ ഒരു അറിവിൽ എന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ക്രിറ്റിസിസം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ മനസാക്ഷിക്ക് നേരുന്ന കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത്, അതാ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ എങ്ങനെയാണ് ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിന്റെ നടുക്കെന്ന് പറയാം. ഒരു കിളിബോയ് ടൈപ്പാന്ന് ആരെങ്കിലും പറഞ്ഞു? കിളിബോയ് ടൈപ്പ് എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചിലപ്പം ആവശ്യമില്ലാത്തടത്ത് മിണ്ടാത്തോണ്ടായിരിക്കും. അത് എനിക്ക് കിളി പോയതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയത് സ്റ്റാർ സിംഗറായിട്ട് അനുബന്ധിച്ചാ ചോദിക്കുന്നെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഇത്രയും ലൈറ്റ് ഒക്കെ കാണുന്ന ആദ്യത്തെ ഒരാളെന്ന രീതിയിൽ ചിലപ്പോൾ ലിറിക്സ് ഒക്കെ മറന്നു പോവാം, അത് ഓബ്വിയസ്ലി. അപ്പൊ അങ്ങനെ എനിക്ക് സംഭവിച്ചു. അപ്പൊ അവര് പറഞ്ഞു ലൈറ്റ് കണ്ടിട്ട് കിളി പാറി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കിളി പോയ സംഭവമൊന്നും ഇല്ല. പറയേണ്ടടുത്തില്ല സംസാരിക്കുമോ. ഈ ലിറിക്സ് ഒക്കെ മാറി പോകുന്ന സമയത്ത് മേക്കപ്പ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ സ്വന്തമായിട്ട് ലിറിക്സ് ഒക്കെ ഒപ്പിച്ച്? വെറുതെ എന്തിനാ,